ശാന്തി 4/4/21 അവ്യക്ത ബാബ്ദാദ റിവൈസ് 6/12/87. സിദ്ധിയുടെ ആധാരമാണ് ശ്രേഷ്ഠ വൃത്തി. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ഹോളി ഹംസങ്ങളുടെ സഭയെ നോക്കുകയാണ്. ഓരോ ഹോളി ഹംസവും തൻ്റെ ശ്രേഷ്ഠ സ്ഥിതിയുടെ ആസനത്തിൽ വിരാജിക്കുന്നു. എല്ലാ ആസനധാരികളായ ഹോളി ഹംസങ്ങളുടെയും സഭ മുഴുവൻ കൽപ്പത്തിലും വെച്ച് അലൗകികവും വേറിട്ടതുമാണ്. ഓരോ ഹോളി ഹംസവും തൻ്റെ വിശേഷതകളാൽ അതിസുന്ദരമായി അലങ്കരിക്കപ്പെട്ടതാണ്. വിശേഷതകളാണ് ശ്രേഷ്ഠ അലങ്കാരം. അലങ്കരിക്കപ്പെട്ട ഹോളി ഹംസങ്ങൾ എത്ര പ്രിയമായി തോന്നുന്നു. ബാബ്ദാദ ഓരോരുത്തരുടെയും വിശേഷതകളുടെ അലങ്കാരം കണ്ട് ഹർഷിതമാകുന്നു. എല്ലാവരും അലങ്കരിക്കപ്പെട്ടവരാണ്. കാരണം ബാബ്ദാദ ബ്രാഹ്മണ ജന്മം നൽകുമ്പോൾ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ വിശേഷ ആത്മാഭവ എന്ന വരദാനം നൽകി. നമ്പർ വൈസ് ആയിരുന്നിട്ടും ലാസ്റ്റ് നമ്പറിലെ പോലും വിശേഷ ആത്മാവാണ്. ബ്രാഹ്മണ ജീവിതത്തിൽ വരിക എന്നാൽ വിശേഷ ആത്മാക്കൾ എന്നതിലേക്ക് വരിക തന്നെ ചെയ്തു. ബ്രാഹ്മണ പരിവാരത്തിലെ ലാസ്റ്റ് നമ്പർ ആയിരിക്കാം, എന്നാൽ വിശ്വത്തിലെ അനേകം ആത്മാക്കളെ വെച്ച് നോക്കുമ്പോൾ അവരും വിശേഷമായി പാടപ്പെടുന്നു. അതിനാൽ കോടിയിൽ ചിലർ, ചിലരിലും ചിലർ എന്ന് പാടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണരുടെ സഭ എന്നാൽ വിശേഷ ആത്മാക്കളുടെ സഭ. ഇന്ന് ബാബ്ദാദ നോക്കുകയായിരുന്നു വിശേഷതകളുടെ അലങ്കാരം. ബാബ എല്ലാവർക്കും സമാനമായി ഒരേപോലെ തന്നെയാണ് ചെയ്യിച്ചത്. എന്നാൽ ചിലർ ആ അലങ്കാരത്തെ ധാരണ ചെയ്ത് സമയമനുസരിച്ച് കാര്യത്തിൽ വിനിയോഗിക്കുന്നു. ചിലർക്കാണെങ്കിൽ ഒന്നുകിൽ ധാരണ ചെയ്യുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സമയമനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നില്ല. ഇക്കാലത്തെ റോയൽ ഫാമിലിയിൽ ഉള്ളവർ സമയമനുസരിച്ച് അലങ്കരിക്കുമ്പോൾ എത്ര നല്ലതായി തോന്നുന്നു. എങ്ങനെയുള്ള സമയമാണോ അങ്ങനെയുള്ള അലങ്കാരം. ഇതിനെയാണ് നോളജ്ഫുൾ എന്ന് പറയുന്നത്. ഇക്കാലത്ത് അലങ്കാരത്തിൻ്റെയും പ്രത്യേകം സെറ്റ് വയ്ക്കാറുണ്ടല്ലോ. ബാബ്ദാദ അനേകം വിശേഷതകളുടെയും അനേകം ശ്രേഷ്ഠ ഗുണങ്ങളുടെയും എത്ര വെറൈറ്റി സെറ്റാണ് നൽകിയിരിക്കുന്നത്. എത്ര തന്നെ അമൂല്യ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നാലും വേണ്ട സമയത്ത് ഇല്ലാതിരിക്കുകയാണെങ്കിൽ എന്തായി തോന്നും. അതേപോലെ വിശേഷതകളുടെ, ഗുണങ്ങളുടെ, ശക്തികളുടെ, ജ്ഞാനരത്നങ്ങളുടെ അനേകം അലങ്കാരങ്ങൾ ബാബ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ വേണ്ട സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കുന്നതിൽ നമ്പർ ഉണ്ടായി പോകുന്നു. ഈ എല്ലാ അലങ്കാരങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓരോ വിശേഷതയ്ക്കും ഗുണത്തിനും മഹത്വമുള്ളത് വേണ്ട സമയത്ത് ഉണ്ടായിരിക്കുമ്പോഴാണ്. ഉണ്ടായിരുന്നിട്ടും വേണ്ട സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അമൂല്യമായിരുന്നാൽ പോലും അതിന് മൂല്യം ഉണ്ടായിരിക്കില്ല. ഏത് സമയത്ത് ഏത് വിശേഷത ധാരണ ചെയ്യേണ്ട കാര്യമാണോ ആ വിശേഷതയ്ക്കാണ് മൂല്യമുള്ളത്. ഹംസം കല്ലിനെയും രത്നത്തെയും രണ്ടിനെയും തിരിച്ചറിഞ്ഞ് വേർതിരിച്ച് ധാരണ ചെയ്യുന്നു. കല്ലിനെ ഉപേക്ഷിക്കുന്നു, ബാക്കി രത്നവും മുത്തും ധാരണ ചെയ്യുന്നു. അതേപോലെ ഹോളി ഹംസം എന്നാൽ സമയമനുസരിച്ച് വിശേഷതയും ഗുണവും തിരിച്ചറിഞ്ഞ് അതേ സമയത്ത് യൂസ് ചെയ്യണം. ഇതിനെയാണ് തിരിച്ചറിയാനുള്ള ശക്തിയും നിർണയിക്കാനുമുള്ള ശക്തിയുമുള്ള ഹോളി ഹംസം എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചറിയുക, നിർണയിക്കുക, ഈ 2 ശക്തികൾ നമ്പർ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു.
ഈ രണ്ട് ശക്തികളും ധാരണയാകുമ്പോൾ സമയമനുസരിച്ച് ആ വിശേഷതയിലൂടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അതിനാൽ ഓരോ ഹോളി ഹംസവും തൻ്റെ ഈ രണ്ട് ശക്തികളും പരിശോധിക്കൂ. രണ്ട് ശക്തികളും വേണ്ട സമയത്ത് ചതിക്കുന്നില്ലല്ലോ. സമയം കഴിഞ്ഞു പോയതിന് ശേഷമാണ് അഥവാ തിരിച്ചറിഞ്ഞത് എങ്കിൽ, നിർണയിച്ചത് എങ്കിൽ ആ സമയം കടന്നുപോയല്ലോ. ആരാണോ നമ്പർ 1 ഹോളി ഹംസം, അവരുടെ ഈ രണ്ട് ശക്തികളും സദാ സമയമനുസരിച്ച് കാര്യം ചെയ്യുന്നു. അഥവാ സമയത്തിനു ശേഷമാണ് ഈ ശക്തികൾ കാര്യം ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് നമ്പറിലേക്ക് ആയി പോകുന്നു. തേർഡ് നമ്പറിൻ്റെ കാര്യമേ വിട്ടേക്കൂ. ആരുടെ ബുദ്ധി സദാ ഹോളി, അതായത് പവിത്രമാണോ, ആ ഹംസത്തിന് തന്നെയാണ് വേണ്ട സമയത്ത് കാര്യം ചെയ്യുവാൻ സാധിക്കുന്നത്. ഹോളി എന്നതിൻ്റെ അർത്ഥം കേൾപ്പിച്ചുവല്ലോ. ഒന്നാണ് ഹോളി എന്നാൽ പവിത്രം. ഹിന്ദിയിൽ ഹോളി എന്നാൽ കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ ആരുടെ ബുദ്ധിയാണോ ഹോളി, അതായത് സ്വച്ഛമായത്, സദാ ഏതൊരു സെക്കൻഡും ഏതൊരു സാഹചര്യവുമാണോ കടന്നുപോയത് അത് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന അഭ്യാസമുള്ളത്, ഇങ്ങനെയുള്ള ബുദ്ധിയുള്ളവർ സദാ ഹോളി, അതായത് ആത്മീയ നിറത്തിൽ നിറം പിടിച്ചവരായി ഇരിക്കുന്നു. സദാ ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ നിറത്തിൽ നിറം പിടിച്ചവരാണ്. അപ്പോൾ ഒരേ ഒരു ഹോളി എന്ന വാക്ക് 3 രൂപത്തിൽ ഉപയോഗിക്കുന്നു. ആരിലാണോ ഈ 3 അർത്ഥത്തിലുമുള്ള വിശേഷതകൾ ഉള്ളത്, അതായത് ഏത് ഹംസങ്ങൾക്കാണോ ഈ വിധി അറിയാവുന്നത്, അവർ ഓരോ സമയത്തും സിദ്ധി പ്രാപ്തമാക്കുന്നു. അപ്പോൾ ഇന്ന് ബാബ്ദാദ ഹോളി ഹംസങ്ങളുടെ സഭയിൽ എല്ലാ ഹോളി ഹംസങ്ങളുടെയും ഈ വിശേഷത നോക്കുകയാണ്. സ്ഥൂല കാര്യമാകട്ടെ അഥവാ ആത്മീയ കാര്യമാകട്ടെ, എന്നാൽ രണ്ടിലും സഫലതയുടെ ആധാരം തിരിച്ചറിയുവാനും നിർണയിക്കുവാനുമുള്ള ശക്തിയാണ്. ആരുടെയെങ്കിലും സമ്പർക്കത്തിൽ വരുമ്പോൾ അവരുടെ ഭാവത്തെയും ഭാവനയെയും തിരിച്ചറിയുവാൻ കഴിയാത്തതുവരെയും തിരിച്ചറിഞ്ഞ ശേഷം യഥാർത്ഥ നിർണയം ചെയ്യാൻ കഴിയാത്തതുവരെയും രണ്ട് കാര്യത്തിലും സഫലത പ്രാപ്തമാകുന്നില്ല. വ്യക്തിയുടേതായാലും സാഹചര്യത്തിൻ്റെതായാലും. കാരണം വ്യക്തികളുടെ സംബന്ധത്തിലും വരേണ്ടി വരുന്നു, സാഹചര്യങ്ങളെയും മറികടക്കേണ്ടി വരുന്നു. ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും വരുന്നു. അപ്പോൾ നമ്പർ 1 ഹോളി ഹംസം എന്നാൽ രണ്ട് വിശേഷതകളിലും സമ്പന്നം. ഇതായി ഇന്നത്തെ ഈ സഭയുടെ സമാചാരം. ഈ സഭ എന്നാൽ കേവലം മുന്നിലിരിക്കുന്നവർ മാത്രമല്ല. ബാബ്ദാദയുടെ മുന്നിലാണെങ്കിൽ താങ്കളോടൊപ്പം തന്നെ 4 ഭാഗത്തുമുള്ള കുട്ടികളും എമർജാണ്. പരിധിയില്ലാത്ത പരിവാരത്തിന് മധ്യത്തിൽ ബാബ്ദാദ കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു, അഥവാ ആത്മീയ സംഭാഷണം നടത്തുന്നു. എല്ലാ ബ്രാഹ്മണ ആത്മാക്കളും തങ്ങളുടെ ഓർമ്മയുടെ ശക്തി കൊണ്ട് സ്വയവും മധുബനിൽ ഹാജരാകുന്നു. ബാബ്ദാദ ഈ ഒരു വിശേഷ കാര്യവും നോക്കുകയായിരുന്നു. ഓരോ കുട്ടിയുടെയും വിധിയുടെ ലൈനും സിദ്ധിയുടെ ലൈനും, ഈ രണ്ട് രേഖകളും എത്ര സ്പഷ്ടമാണ്. ആദ്യം മുതൽ ഇപ്പോൾ വരെ വിധി എങ്ങനെയായിരുന്നു? വിധിയുടെ ഫലസ്വരൂപമായി എത്ര സിദ്ധി പ്രാപ്തമാക്കി? രണ്ട് രേഖകളും എത്ര സ്പഷ്ടമാണ്, എത്ര നീണ്ടതാണ്. അതായത് വിധിയുടെയും സിദ്ധിയുടെയും കണക്ക് എത്രത്തോളം യഥാർത്ഥ രൂപത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. വിധിയുടെ ആധാരമാണ് ശ്രേഷ്ഠ വൃത്തി. അഥവാ ശ്രേഷ്ഠ വൃത്തിയുണ്ട് എങ്കിൽ യഥാർത്ഥ വിധിയുമുണ്ട്. യഥാർത്ഥ വിധിയുണ്ടെങ്കിൽ സിദ്ധി ശ്രേഷ്ഠം തന്നെയാണ്. അപ്പോൾ വിധിയുടെയും സിദ്ധിയുടെയും ബീജം വൃത്തിയാണ്. ശ്രേഷ്ഠ വൃത്തി
പരസ്പരം സഹോദരങ്ങളാണ് എന്ന ആത്മീയ വൃത്തി ഉണ്ടായിരിക്കുക ഇത് മുഖ്യ കാര്യം തന്നെയാണ്. എന്നാൽ അതിനോടൊപ്പം സമ്പർക്കത്തിൽ വരുന്ന ഓരോ ആത്മാവിനെ പ്രതിയും മംഗളത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സഹയോഗത്തിൻ്റെ, നിസ്വാർത്ഥ ഭാവത്തിൻ്റെ നിർവികൽപ വൃത്തി ഉണ്ടാകണം. നിർവ്യർത്ഥ സങ്കല്പ വൃത്തി ഉണ്ടാകണം. പലപ്പോഴും ഏതെങ്കിലും ആത്മാവിനെ പ്രതി വ്യർത്ഥ സങ്കല്പത്തിൻ്റെയോ വികൽപ്പത്തിൻ്റെയോ വൃത്തി ഉണ്ടാവുകയാണെങ്കിൽ വൃത്തിയും ദൃഷ്ടിയും എങ്ങനെയുള്ളതാണോ അതേപോലെയായിരിക്കും ആ ആത്മാവിൻ്റെ കർത്തവ്യത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സൃഷ്ടി കാണപ്പെടുക. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടേത് കേൾക്കുന്നുമുണ്ട്, കാണുന്നുമുണ്ട്. വൃത്തി കാരണം വർണ്ണിക്കുകയും ചെയ്യുന്നു. അവർ എത്ര നല്ല കാര്യം ചെയ്താലും വൃത്തി വ്യർത്ഥമായത് കാരണം സദാ ആ ആത്മാവിനെ പ്രതി വാക്കുകൾ വരുന്നതും ഇങ്ങനെയുള്ളതായിരിക്കും. ഇവർ ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വൃത്തി അവരുടെ കർമ്മമാകുന്ന സൃഷ്ടിയുടെ അനുഭവം അതുപോലെ തന്നെ ഉണ്ടാക്കും. താങ്കൾ ഈ ലോകത്തിൽ കണ്ണുകളുടെ ദൃഷ്ടിക്ക് കണ്ണടയുടെ ഒരു ഉദാഹരണം പറയുന്നു. ഏത് നിറത്തിലുള്ള കണ്ണട വയ്ക്കുമോ അങ്ങനെയായിരിക്കും കാണപ്പെടുക. അതേപോലെ എങ്ങനെയുള്ള വൃത്തിയാണോ ഉള്ളത്, അപ്പോൾ വൃത്തി ദൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുന്നു, ദൃഷ്ടി സൃഷ്ടിയെ പരിവർത്തനപ്പെടുത്തുന്നു. അഥവാ വൃത്തിയുടെ ബീജം സദാ ശ്രേഷ്ഠമാണ് എങ്കിൽ വിധിയും സിദ്ധിയും സഫലതാപൂർവം തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം വൃത്തിയുടെ ഫൗണ്ടേഷനെ പരിശോധിക്കൂ. അതിനെ ശ്രേഷ്ഠ വൃത്തി എന്ന് പറയുന്നു. അഥവാ ഏതെങ്കിലും സംബന്ധ സമ്പർക്കത്തിൽ ശ്രേഷ്ഠ വൃത്തിക്ക് പകരം മിക്സ് ആണെങ്കിൽ എത്ര തന്നെ വിധിയെ സ്വായത്തമാക്കിയാലും സിദ്ധി ഉണ്ടാവുകയില്ല. കാരണം ബീജമാണ് വൃത്തി, വൃക്ഷമാണ് വിധി, ഫലമാണ് സിദ്ധി. അഥവാ ബീജം ദുർബലമാണ് എങ്കിൽ വൃക്ഷം എത്ര തന്നെ വിസ്താരം ഉള്ളതാണെങ്കിലും സിദ്ധിയാകുന്ന ഫലം ഉണ്ടാകുന്നില്ല. ഈ വൃത്തിയുടെയും വിധിയുടെയും മേൽ ബാബ്ദാദ കുട്ടികളെ പ്രതി ഒരു വിശേഷ ആത്മീയ സംഭാഷണം നടത്തുകയായിരുന്നു. സ്വ ഉന്നതിയെ പ്രതി അഥവാ സേവനത്തിൻ്റെ സഫലതയെ പ്രതി ഒരു രമണീകമായ സ്ലോഗൻ ആത്മീയ സംഭാഷണത്തിൽ പറയുകയായിരുന്നു. നിങ്ങൾ ഏവരും ഈ സ്ലോഗൻ പരസ്പരം പറയുന്നുമുണ്ട്. ഓരോ കാര്യത്തിലും ആദ്യം താങ്കൾ. ഈ സ്ലോഗൻ ഓർമ്മയുണ്ടല്ലോ. ഒന്നാണ് ആദ്യം താങ്കൾ, രണ്ടാമത്തേതാണ് ആദ്യം ഞാൻ. രണ്ട് സ്ലോഗനും ആദ്യം താങ്കൾ പിന്നെ ആദ്യം ഞാൻ, രണ്ടും ആവശ്യമാണ്. എന്നാൽ ബാബ്ദാദ ആത്മീയ സംഭാഷണം നടത്തുമ്പോൾ പുഞ്ചിരിക്കുകയായിരുന്നു. എവിടെയാണോ ആദ്യം ഞാൻ എന്ന് വരേണ്ടത് അവിടെ ആദ്യം താങ്കൾ എന്നാക്കുന്നു. എവിടെയാണോ ആദ്യം താങ്കൾ എന്ന് വരേണ്ടത് അവിടെ ആദ്യം ഞാൻ എന്ന് പറയുന്നു, മാറ്റിക്കളയുന്നു. ഏതെങ്കിലും സ്വപരിവർത്തനത്തിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം താങ്കൾ എന്ന് പറയുന്നു. ഇവർ മാറിയാൽ ഞാൻ മാറാം. അപ്പോൾ ആദ്യം താങ്കൾ എന്നായില്ലേ. എപ്പോഴാണോ ഏതെങ്കിലും സേവനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തെ നേരിടാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം ഞാൻ എന്നതിൽ പ്രയത്നിക്കുന്നു. ഞാനും ചിലതൊക്കെയാണ്, എനിക്കും ചിലത് ലഭിക്കേണ്ടതാണ്. അപ്പോൾ എവിടെയാണോ ആദ്യം താങ്കൾ എന്ന് പറയേണ്ടത് അവിടെ ഞാൻ എന്ന് പറയുന്നു. സദാ സ്വമാനത്തിൽ സ്ഥിതി ചെയ്ത് മറ്റുള്ളവർക്ക് ബഹുമാനം നൽകണം. അതായത് ആദ്യം താങ്കൾ എന്ന് പറയണം. കേവലം വായ് കൊണ്ട് ആദ്യം താങ്കൾ എന്ന് പറയുകയും കർമ്മത്തിൽ വ്യത്യാസമുണ്ടാവുകയും ചെയ്യുക എന്നത് പാടില്ല. സ്വമാനത്തിൽ സ്ഥിതി ചെയ്ത് സ്വമാനം നൽകണം. സ്വമാനം നൽകുക അഥവാ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുക
അതിൻ്റെ അടയാളം എന്തായിരിക്കും? അതിൽ 2 കാര്യങ്ങൾ സദാ പരിശോധിക്കൂ. ഒന്നാണ് അഭിമാനത്തിൻ്റെ വൃത്തി, രണ്ടാമത്തേതാണ് അപമാനത്തിൻ്റെ വൃത്തി. ആരാണോ സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് സ്വമാനം നൽകുന്നതിൻ്റെ ദാതാവ് ആയിരിക്കുന്നത്, അവരിൽ ഈ 2 വൃത്തിയും ഉണ്ടാകില്ല. അഭിമാനത്തിൻ്റേതും ഉണ്ടാകില്ല, അപമാനത്തിൻ്റേതും ഉണ്ടാകില്ല. ഇവർ ചെയ്യുന്നതേ ഇങ്ങനെയാണ്, ഇവർ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പറയുന്നതും റോയൽ രൂപത്തിലുള്ള ആ ആത്മാവിൻ്റെ അപമാനമാണ്. സ്വമാനത്തിൽ സ്ഥിതി ചെയ്ത് സ്വമാനം നൽകണം. ഇതിനെയാണ് ആദ്യം താങ്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏതെല്ലാം സ്വ ഉന്നതിയുടെ കാര്യമുണ്ടോ അതിൽ സദാ ആദ്യം ഞാൻ എന്ന സ്ലോഗൻ ഓർമ്മയുണ്ടായിരിക്കണം. എങ്കിൽ റിസൾട്ട് എന്തുണ്ടാകും? ആദ്യം ഞാൻ എന്നാൽ ആര് ആരംഭം കുറിക്കുന്നുവോ അവരാണ് അർജുനൻ. അർജുനൻ എന്നാൽ വിശേഷ ആത്മാവ്, വേറിട്ട ആത്മാവ്, അലൗകിക ആത്മാവ്, അലൗകിക വിശേഷ ആത്മാവ്. ബ്രഹ്മബാബ സദാ ആദ്യം ഞാൻ എന്ന സ്ലോഗനിലൂടെ ആരംഭം കുറിക്കുന്ന അർജുനനായി, അതായത് നമ്പർ 1 ആത്മാവായി. നമ്പർ 1ൻ്റേത് കേൾപ്പിച്ചു. നമ്പർ 1 ഡിവിഷൻ. അല്ലെങ്കിൽ തന്നെ ഒരാൾ മാത്രമായിരിക്കും അല്ലോ നമ്പർ 1 ആകുന്നത്. അപ്പോൾ 2 സ്ലോഗനും ആവശ്യമാണ്. എന്നാൽ നമ്പർ ഏത് ആധാരത്തിലാണ് ഉണ്ടാകുന്നത് എന്നത് കേൾപ്പിച്ചുവല്ലോ. ആരാണോ സമയമനുസരിച്ച് ഏതെങ്കിലും വിശേഷതയെ കാര്യത്തിൽ ഉപയോഗിക്കാത്തത്, അപ്പോൾ നമ്പർ മുന്നിലും പിന്നിലും ആയിപ്പോകുന്നു. വേണ്ട സമയത്ത് ആരാണോ കാര്യത്തിൽ ഉപയോഗിക്കുന്നത് അവർ വിൻ ചെയ്യുന്നു, അതായത് 1 മാറുന്നു. അപ്പോൾ ഇത് പരിശോധിക്കൂ. കാരണം ഈ വർഷം സ്വയം തൻ്റെ ചെക്കിങ്ങിനുള്ള കാര്യങ്ങളാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്ന ഭിന്ന കാര്യങ്ങൾ കേൾപ്പിച്ചുവല്ലോ. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളെ പരിശോധിക്കണം. താങ്കൾ എന്നതിന് പകരം ഞാൻ, ഞാൻ എന്നതിന് പകരം താങ്കൾ എന്ന് പറയുന്നില്ലല്ലോ. ഇതിനെയാണ് യഥാർത്ഥ വിധി എന്ന് പറയുന്നത്. എവിടെ യഥാർത്ഥ വിധിയുണ്ടോ അവിടെ സിദ്ധി ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ഈ വൃത്തിയുടെ വിധി കേൾപ്പിച്ചു. 2 കാര്യങ്ങളുടെയും ചെക്കിങ് ചെയ്യണം. അഭിമാനത്തിൻ്റെ വൃത്തിയും ഉണ്ടാകരുത്, അപമാനത്തിൻ്റെതും പാടില്ല. എവിടെ ഇവ 2ൻ്റെയും അപ്രാപ്തിയുണ്ടോ അവിടെ തന്നെയാണ് സ്വമാനത്തിൻ്റെ പ്രാപ്തിയുള്ളത്. താങ്കൾ പറഞ്ഞാലും പറയാതിരുന്നാലും, ചിന്തിച്ചാലും ചിന്തിക്കാതിരുന്നാലും, വ്യക്തിയും പ്രകൃതിയും 2ഉം സദാ സ്വതവേ തന്നെ സ്വമാനം നൽകിക്കൊണ്ടിരിക്കും. സങ്കല്പത്തിലെങ്കിലും സ്വമാനത്തിൻ്റെ പ്രാപ്തിയുടെ ഇച്ഛയിലൂടെ സ്വമാനം ലഭിക്കുകയില്ല. വിനയമുള്ളവരാവുക എന്നാൽ ആദ്യം താങ്കൾ എന്ന് പറയുക. വിനയമുള്ള സ്ഥിതി സ്വതവേ തന്നെ സ്വമാനം നേടിത്തരും. സ്വമാനത്തിൻ്റെ പരിതസ്ഥിതികളിൽ ആദ്യം ഞാൻ എന്ന് പറയുക എന്നാൽ ബാബയ്ക്ക് സമാനം ആവുക എന്നാണ്. ബ്രഹ്മബാബ സദാ തൻ്റെ സ്വമാനം നൽകുന്നതിൽ ആദ്യം ജഗദംബെ, ആദ്യം സരസ്വതി മാതാവിനെ വെച്ചു. പിന്നാലെയാണ് ബ്രഹ്മബാബയെ വെച്ചത്. ബ്രഹ്മ മാതാവായിരുന്നിട്ടും സ്വമാനം നൽകുന്നതിനായി ജഗദംബ മാതാവിനെ മുന്നിൽ വെച്ചു. ഓരോ കാര്യത്തിലും കുട്ടികളെ മുന്നിൽ വെച്ചു. പുരുഷാർത്ഥത്തിൻ്റെ സ്ഥിതിയിൽ സദാ സ്വയം തന്നെ ആദ്യം ഞാൻ എന്നത് എഞ്ചിൻ്റെ രൂപത്തിൽ കണ്ടു. എഞ്ചിൻ മുന്നിലായിരിക്കുമല്ലോ. സദാ ഇത് സാകാര ജീവിതത്തിൽ കണ്ടു. ഞാൻ എന്തു ചെയ്യുമോ എന്നെ കണ്ട് എല്ലാവരും ചെയ്യും. അപ്പോൾ വിധിയിൽ, സ്വ ഉന്നതിയിൽ അഥവാ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ലൈനിൽ സദാ ആദ്യം ഞാൻ എന്ന് വെച്ചു. അപ്പോൾ ഇന്ന് വിധിയുടെയും സിദ്ധിയുടെയും രേഖകൾ പരിശോധിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അതിനാൽ മാറ്റിക്കളയരുത്.
ഇത് മാറ്റിക്കളയുക എന്നാൽ ഭാഗ്യത്തെ മാറ്റിക്കളയുക എന്നാണ്. സദാ ഹോളി ഹംസമായി നിർണയശക്തിയും തിരിച്ചറിയാനുള്ള ശക്തിയും വേണ്ട സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കുന്ന വിശാല ബുദ്ധിയാകൂ. സദാ വൃത്തിയാകുന്ന ബീജത്തെ ശ്രേഷ്ഠമാക്കി സദാ ശ്രേഷ്ഠ വിധിയും സിദ്ധിയും അനുഭവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കൂ. മുൻപ് കേൾപ്പിച്ചിരുന്നു, ബാബ്ദാദയ്ക്ക് കുട്ടികളോട് സ്നേഹമുണ്ട്. സ്നേഹത്തിൻ്റെ അടയാളം എന്തായിരിക്കും? സ്നേഹമുള്ളവർക്ക് സ്നേഹിയുടെ കുറവിനെ കാണുവാൻ സാധിക്കില്ല. സദാ സ്വയം തന്നെയും സ്നേഹിയായ ആത്മാവിനെയും സമ്പന്നവും സമ്മാനവുമായി കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വീണ്ടും വീണ്ടും അറ്റൻഷൻ വരുത്തുകയാണ്, ചെക്കിംഗ് ചെയ്യിക്കുകയാണ്. ഇതാണ് സമ്പന്നം ആക്കുന്നതിൻ്റെ സത്യമായ സ്നേഹം. ശരി, ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും പഴയ കുട്ടികളാണ് മെജോറിറ്റി. പഴയത് ആരെയാണ് പറയുന്നത്? അർത്ഥം അറിയാമല്ലോ. ബാബ്ദാദ പഴയവരെ എല്ലാ കാര്യങ്ങളിലും പക്വമായവർ എന്ന് പറയുന്നു. പഴയവർ എന്നാൽ പക്വം, അനുഭവവും പക്വമാക്കി മാറ്റുന്നു. ഒരൽപ്പം മായയാകുന്ന പൂച്ച വരികയും ഭയപ്പെട്ടു പോവുകയും ചെയ്യുന്ന അപക്വം ആയവരല്ല. എല്ലാവരും പഴയവരും പക്വമായവരും ആണല്ലോ വന്നിരിക്കുന്നത്. കൂടിക്കാഴ്ചയുടെ ചാൻസ് എടുക്കുന്നതിനായി എല്ലാവരും ആദ്യം ഞാൻ എന്ന് പറഞ്ഞു എങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഓരോ കാര്യത്തിലും നിയമവും നേട്ടവും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ആദ്യം ഞാൻ എന്നതിൻ്റെ അർത്ഥം 1000 പേർ വന്നു ചേരുക എന്നതുമാകരുത്. സാകാര സൃഷ്ടിയിൽ നിയമവും ഉണ്ട്, നേട്ടവുമുണ്ട്. അവ്യക്തവചനത്തിൽ നിയമത്തിൻ്റെ കാര്യമില്ല. നിയമം ഉണ്ടാക്കേണ്ടി വരുന്നില്ല. അവ്യക്ത കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പ്രയത്നം തോന്നുന്നു. സാകാര കൂടിക്കാഴ്ച സഹജമായി തോന്നുന്നു. അതിനാലാണ് ഓടി വരുന്നത്. എന്നാൽ സമയമനുസരിച്ച് എത്ര നിയമം അത്രയും നേട്ടമുണ്ടായിരിക്കും. ബാബ്ദാദ കുറച്ചെങ്കിലും സൂചന നൽകുകയാണ് എങ്കിൽ മനസ്സിലാക്കും, ഇനി അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അഥവാ എന്തെങ്കിലും സംഭവിക്കേണ്ടതുണ്ടെങ്കിലും പറഞ്ഞിട്ടായിരിക്കുകയില്ല സംഭവിക്കുന്നത്. സാകാര ബാബ അവ്യക്തമായപ്പോൾ പറഞ്ഞിട്ടാണോ പോയത്? എന്താണോ പെട്ടെന്ന് സംഭവിക്കുന്നത് അത് അലൗകികവും പ്രിയപ്പെട്ടതുമായിരിക്കും. അതിനാൽ ബാബ്ദാദ പറയുന്നു, സദാ എവർ റെഡി ആയിരിക്കൂ. എന്ത് സംഭവിക്കുമോ അത് നല്ലതിലും നല്ലതായിരിക്കും. മനസ്സിലായോ? ശരി. സർവ ഹോളി ഹംസങ്ങൾക്ക്, സർവ വിശാല ബുദ്ധിയും ശ്രേഷ്ഠ സ്വച്ഛ ബുദ്ധിയും ധാരണ ചെയ്യുന്നവർക്ക്, ബുദ്ധിമാനായ കുട്ടികൾക്ക്, സർവശക്തികളെയും സർവവിശേഷതകളെയും സമയമനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കുന്ന ജ്ഞാനി ആത്മാക്കൾക്ക്, യോഗി ആത്മാക്കളായ കുട്ടികൾക്ക്, സദാ ബാബയ്ക്ക് സമാനം സമ്പന്നമാകുന്നതിൻ്റെ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരിക്കുന്ന സമ്പന്നരായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. അധികാരി സ്ഥിതിയുടെ സ്മൃതിയിലൂടെ ഹയസ്റ്റ് അതോറിറ്റിയുടെ അനുഭവം ചെയ്യുന്ന കമ്പൈൻഡ് സ്വരൂപധാരിയായി ഭവിക്കട്ടെ. ആദ്യം തൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും കമ്പൈൻഡ് രൂപത്തെ സ്മൃതിയിൽ വയ്ക്കൂ. ശരീരം രചനയാണ്, ആത്മാവ് രചയിതാവാണ്. ഇതിലൂടെ അധികാരി അവസ്ഥ സ്വതവേ സ്മൃതിയിലുണ്ടാകും. അധികാരി അവസ്ഥയുടെ സ്മൃതിയിലൂടെ സ്വയം തന്നെ ഹയസ്റ്റ് അതോറിറ്റിയായി അനുഭവിക്കും. ശരീരത്തെ നടത്തിക്കുന്നവരാകും. രണ്ടാമത്തേതാണ് ബാബയുടെയും കുട്ടിയുടെയും, അതായത് ശിവശക്തിയുടെ കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ മായയുടെ വിഘ്നങ്ങളെ അതോറിറ്റിയോടെ മറികടക്കും. സ്ലോഗൻ. വിസ്താരത്തെ സെക്കൻഡിൽ ഒതുക്കി ജ്ഞാനത്തിൻ്റെ സാരം അനുഭവിക്കുകയും
അനുഭവിപ്പിക്കുകയും ചെയ്യൂ. ഓം ശാന്തി. സർവശ്രേഷ്ഠ സംഗമയുഗത്തിൻ്റെ ആദികാലമായ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഭാഗ്യവിധാതാവായ ബാബ എനിക്ക് ശ്രേഷ്ഠ ഈശ്വരീയ ഭാഗ്യം നേടിത്തരുന്നതിനു വേണ്ടി സഹജമായി ഈശ്വരീയ ഖജനാവുകൾ പ്രാപ്തമാക്കിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ഈശ്വര സ്നേഹത്തിൻ്റെ ഈ പ്രേരണാദായകമായ അലകൾ എന്നെ സ്പർശിക്കുന്നു. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ
സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവ ഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി, പ്രകാശ ശരീരധാരിയായി, അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ
സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ് ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.